പത്രോസിന്റെ പിൻഗാമിക്കായി lead the Supplicatio Ecclesia Orientalium. ഓറിയന്റൽ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള Prayer of the Eastern Churches from the funeral office of the Byzantine liturgy. ബാവാമാരും പത്രിയാർക്കീസുമാരും Chanted in സഭാധ്യക്ഷന്മാരും ഈ സമയത്ത് അന്തിമാഭിവാദനം അർപ്പിക്കാൻ പാപ്പായുടെ മഞ്ചലിന് സമീപത്തേക്ക് എത്തുന്നു. കാർഡിനൽ ക്ലീമിസും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായും മറ്റ് പൗരസ്ത്യ സഭകളെ പ്രതിനിധീകരിച്ചിട്ടുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. ബൈസന്റൈൻ റീത്തിലുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ബൈസന്റൈൻ റീത്തിൽ patriarchs, major archbishops and metropolitans of the metropolitan churches that are sui juris Oriental Catholic churches. കാർഡിനൽ ആലഞ്ചേരിയെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓറിയന്റൽ സഭകളുടെ തലപ്പത്തുള്ള പ്രതിനിധികളെല്ലാവരും. കത്തോലിക്ക സഭ 24 സഭകളുടെ കൂട്ടായ്മയാണ്. ഒരു പാശ്ചാത്യ സഭയും 23 പൗരസ്ത്യ സഭകളും. ആ പൗരസ്ത്യ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സ്വയം ഭരണാധികാരമുള്ള സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബൈസന്റൈൻ റീച്ചിലാണ് ഔദ്യോഗികമായിട്ടിപ്പോൾ മൃതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി. സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ആലഞ്ചേരി പിതാവുമായിരിക്കുമോ പ്രാർത്ഥിക്കുന്നത്? നമുക്കങ്ങനെ ഓരോ റീത്തിനും അങ്ങനെ തിരിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാ പൗരസ്ത്യ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബൈസന്റൈൻ റീത്തിൽ ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നത്. പിതാവുണ്ട്. സഭയെ പ്രതിനിധീകരിച്ച് തട്ടിൽ പിതാവാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് സഭയുടെ തലവൻ എന്ന നിലയിൽ അവിടെ പ്രതിനിധീകരിക്കുന്നത്. കാർഡിനൽ ആലഞ്ചേരി കർദിനാൾ എന്ന തസ്തികയിൽ അവിടെ കർദിനാൾ സംഘത്തിൻ്റെ ഒരു ഭാഗമാണ്. Have mercy on us, O God, in your great kindness, we beseech you. Hear us and be merciful. ഞങ്ങളിൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. Again, let us pray for the repose of the soul of this departed servant of God, Francis, Bishop, that he may be forgiven his every മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഫ്രാൻസിസ് പാപ്പായുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പാപങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. May the Lord God lead his soul to the resting place of righteousness. Let us ask Christ, our immortal King and God, to bestow on him the divine mercy, the kingdom of heaven and the forgiveness of sins. ദൈവിക കരുണയ്ക്കായിട്ട് യാചിക്കാം.
പാപങ്ങളുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. Tu Kyriou deithome. ക്രിയലൈസൻ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. Ο Θεός των πνευμάτων και πάσης σαρκός, ο των θάνατων God καταπατών of souls and of all flesh, δε διάβολων καταργήσας, who trampled death underfoot, ζωήν το κόσμο, vanquished the devil, and gave life to the world, αυτός grant repose to the soul of your departed servant, Francis Bishop, in a place of light and joy, του πατρός a verdant place, a Φραντσέσκο place of blessedness, εν τόπο φωτεινό, where suffering, pain, and sorrow are no more. εν τόπο വേദനകളില്ലാത്ത ലോകത്തിലേക്ക് εν τα അദ്ദേഹത്തിൻ്റെ πέδρα ആത്മാവിനെ പ്രവേശിപ്പിക്കണമേ. λύπη και στεναγμός, പാപങ്ങളെല്ലാം ഇളച്ചു കൊടുക്കണമേ. αναμάρτημα, വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ വന്നുപോയ εν λόγω, എല്ലാ പാപങ്ങളും പുറത്ത് η διανοία, നിത്യഭാഗ്യത്തിലേക്ക് ως αγαθός και φιλάνθρωπος Θεός, അദ്ദേഹത്തെ Forgive every പ്രവേശിപ്പിക്കണമേ. sin he committed in thought, word, or deed, for you are a gracious God and a friend to mankind. No one who lives is without sin. You alone are sinless. Your righteousness is eternal, and your word is truth. στον αιώνα και ο νόμος σου αλήθεια, لأنك أنت القيامة والحياة والراحة لعبدك الراقد أبينا فرانسيس بابا روما أيها For المسيح you, O Christ our God, are the resurrection, the life, and the repose of your servant Francis അങ്ങാണ് Bishop, ഞങ്ങളുടെ who is ജീവനും fallen നാഥനും asleep. ഉത്ഥാനവും. We give you glory with your eternal അങ്ങേക്ക് Father ഞങ്ങളെല്ലാ and your മഹത്വവും Holy നൽകുന്നു. Spirit, who is gracious and the giver of life now and ജീവന്റെ forever. നാഥനായ അങ്ങേക്ക് മഹത്വം. αιώνια σου η μνήμη, فليكن ذكره أبدا. αιώνια σου η μνήμη. ബൈസെന്റിയൻ റീത്തിലുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും. I know that my Redeemer lives. On the last day I shall rise Dear again. brother, worthy of blessedness, Um, never to be forgotten. രക്ഷകനായ ക്രിസ്തു ജീവിക്കുന്നു. അന്ത്യദിനത്തിൽ അവനോടൊപ്പം ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ സമയത്ത് വിശ്വാസികൾ ഞാനത് ഏറ്റുപറയുന്നു. ക്രിസ്തു സത്യമായി ഉയർത്തെഴുന്നേറ്റു. അന്ത്യദിനത്തിൽ അവനോടൊപ്പം ഞങ്ങളും ഉയർത്തെഴുന്നേൽക്കും. അതാണ് സമൂഹം റെസ്പോൺസായിട്ട് പ്രാർത്ഥിക്കുന്നത്. Christo erisorto dai morti, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. calpestando la morte e donando la vita a coloro che licevano nei sepolcri.